ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത അധ്യായം 14 നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 17 മുതൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരെയാണോ? 16 വരെ എടുത്തത് പ്രഭു. ഓക്കെ, 16. ശരി. 17. സത്വാത് സഞ്ജയതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദാ മോഹ തമസോ ഭവതോ ജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സത്വാത് സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസോ ഭവതോ ജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്വാത് സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹ തമസോ ഭവതോ അജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സത്വാത് സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസോ ഭവതോ അജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. സത്വം സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദ മോഹൗ തമസോ ഭവതോ അജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതു അജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സത്വ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കീർത്തനം വായിക്കണം. ഹരേ കൃഷ്ണ. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഭാവാർത്ഥം: ആധുനിക സംസ്കാരം ജീവസത്തകൾക്ക് വേണ്ടത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവർ കൃഷ്ണാവബോധം സ്വീകരിക്കേണ്ടതാണ്. കൃഷ്ണാവബോധത്തിലൂടെ സമൂഹത്തിൽ സത്വഗുണം പുഷ്ടിപ്പെടും. സത്വഗുണം പുഷ്ടിപ്പെടുമ്പോൾ ജനങ്ങൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യും. തമോ ഗുണത്തിൽ മനുഷ്യർ മൃഗപ്രായരാണ്. അവർക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി കാണാൻ കഴിയുകയില്ല. ഉദാഹരണമായി, ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തിൽ അതേ ജീവികളാൽ കൊല്ലപ്പെടുമെന്ന സത്യം തമോ ഗുണബാധിതർ മനസ്സിലാക്കുന്നില്ല. അറിയേണ്ടവയെ പറ്റിയുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്വമില്ലാതെ വരുന്നത്. ഈ ഉത്തരവാദിത്വമില്ലായ്മ നിർത്തുന്നതിന് ഏവരും സത്വഗുണം വളർത്താൻ ഉതകുന്ന വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അത് ലഭിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം സ്പഷ്ടമാവും. അവർ സ്ഥിരചിത്തരായി തീരും. ലോകത്തിൽ സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിക്കും. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിച്ചില്ലെന്ന് വന്നാൽ പോലും സമൂഹത്തിൽ ചെറിയൊരു ശതമാനത്തിലെങ്കിലും കൃഷ്ണാബോധം വളർത്തി സത്വഗുണത്തിലെത്തിയാൽ ലോകത്തിൽ ഒട്ടാകെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറിച്ച് രജസ് തമോ ഗുണങ്ങളിലാണ് ജനങ്ങൾ മുഴുകുന്നതെങ്കിൽ ഇവിടെ ഐശ്വര്യമോ സമാധാനമോ ഉണ്ടാവുക സാധ്യമല്ല. രാജസ സ്വഭാവികൾ ലോഭികളാണ്. അവരുടെ ഭൗതിക ഭോഗതൃഷ്ണയ്ക്ക് അതിരില്ല. വിഷയഭോഗങ്ങൾക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും വേണ്ടത്ര ധനവും ഉണ്ടായിരുന്നാൽ തന്നെയും മനസ്സമാധാനമോ സന്തോഷമോ ഇല്ലെന്ന് കാണാം. രജോഗണത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഒരാൾക്ക് സന്തുഷ്ടിയാണ് വേണ്ടതെങ്കിൽ ധനം അതിന് ഒട്ടും സഹായകരമല്ല. അയാൾ കൃഷ്ണാബോധ പരിശീലനം കൊണ്ട് സാത്വിക ഗുണത്തിലേക്ക് സ്വയം ഉയരുക തന്നെ വേണം. ഒരാൾ രജോ ഗുണത്തിൽ മുഴുകുമ്പോൾ അയാളുടെ മനസ്സ് അസന്തുഷ്ടമായിരിക്കുമെന്ന് മാത്രമല്ല, പ്രവൃത്തിയും ക്ലേശബഹുലമായി തന്നെ ഇരിക്കും. തൻ്റെ പദവി നിലനിർത്താൻ ആവശ്യമായ ധനം നേടുന്നതിന് വേണ്ടി അയാൾക്ക് പല ഉപായങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഏതു വിധത്തിലും ക്ലേശമേയുള്ളൂ. തമോ ഗുണത്തിൽ ആളുകൾ ഭ്രാന്തന്മാരാകുന്നു. തങ്ങളുടെ പരിതസ്ഥിതികളിൽ വെറുപ്പ് വളർന്ന് അവർ ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ കൂടുതൽ അജ്ഞതയിലേക്കാണ്ടുപോകുന്നു. ഏറ്റവും ഇരുളടഞ്ഞതാണ് ഇവരുടെ ഭാവി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ
രജോ ഗുണത്തിലുള്ളതും സത്വഗുണത്തിന്റെയും റിസൾട്ട് എന്താണ്, രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും റിസൾട്ട് എന്താണെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു സത്വഗുണത്തിന്റെ റിസൾട്ട് എങ്ങനെയാണ്. ഇവിടെ പറയുന്നു എന്താണ് ദുഃഖം. രജോ ഗുണത്തിന്റെ റിസൾട്ട്സ് എങ്ങനെയാണ്? രജോ ഗുണത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവസാനം ദുഃഖത്തിൽ കലാശിക്കും. മാത്രമല്ല ലോഭ എന്ന് പറഞ്ഞ ആർത്തി, അത്യാഗ്രഹം, അത് കൂടുതലാണ്, രജോ ഗുണത്തിന്റെ ഒരു ലക്ഷണമാണ്. മാത്രമല്ല അവരുടെ റിസൾട്ട് അല്ലെങ്കിൽ അവരെവിടെയായിരിക്കും എവിടെയായിരിക്കും അവരുണ്ടാവുന്നത്, അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. ബേസിക്കലി ഇങ്ങനെയുള്ളവര് ഈ ഒരു ഭൂമിയിലായിരിക്കും എന്നുള്ളത്. എനിവേ അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നു രജോ ഗുണമുള്ളവര് അവർക്ക് ലോഭ കൂടുന്നു, അതേപോലെ ദുഃഖം. പിന്നെ തമോ ഗുണത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അജ്ഞാനം, അവർക്കൊന്നും അറിയില്ല, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. പ്രമാദ, ഒരു തരത്തിലുള്ള വിഭ്രാന്തി, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്നാൽ അതായത് ശരിയായിട്ട് കാണാതെ ശരിയെ തെറ്റായിട്ട് കാണുന്നത്. ഇതെല്ലാം തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ അതിമനോഹരമായിട്ട് പറയുന്നു, സത്വഗുണം നമ്മൾ വളർത്തിയെടുക്കാത്തോടത്തോളം കാലം രജോ ഗുണവും തമോ ഗുണത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ശാന്തിയും സമാധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സത്വഗുണത്തിലേക്ക് നമ്മൾ ഉയർന്നേ പറ്റൂ. അപ്പൊ ആ ഒരു സത്വഗുണത്തിലേക്ക് നമ്മൾ ഈ സമൂഹത്തെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണാവബോധമാണ്. ഇതല്ലാതെ വേറെ മാർഗമില്ല. രജോ ഗുണം കൂടുതലാണോ അത്രമാത്രം ദുരിതങ്ങളാണ് ഉണ്ടാവുള്ളൂ. കാര്യം ആഗ്രഹങ്ങൾ തീരില്ല, എല്ലാത്തിനോടും ഒരു ആർത്തിയായിരിക്കും. എന്ത് ചെയ്താലും എന്ത് കിട്ടിയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. അത് രജോ ഗുണത്തിന്റെ ലക്ഷണമാണ്. തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തലതിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ. അതായത് ലഹരിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് ഒരു ഐഡിയയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത. രജോ ഗുണത്തിലുള്ള ആൾക്കാര് പൈസ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് അവര് ഉത്സാഹം ആയിരിക്കും. എന്നാൽ തമോ ഗുണം ഒരുപാട് കൂടുതലുള്ളവർക്ക് പണിയെടുക്കാനും വയ്യ, എന്നാൽ കൂടുതൽ ഈ ലഹരിയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശരണം, അതിലാണ് അവരുടെ സന്തോഷം കാണുന്നത്. അങ്ങനെ അവരുടെ ജീവിതം അന്ധകാരത്തിലേക്ക് പോകുന്നു. രജോ ഗുണവും നമ്മളെ ബുദ്ധിമുട്ടിക്കും, തമോ ഗുണം പിന്നെ തീർച്ചയായിട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കും. സത്വഗുണത്തിലേക്ക് ഉയരുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ സത്വഗുണത്തിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. പിന്നെ ശുദ്ധ സത്വഗുണത്തിലേക്കും എത്താൻ സാധിക്കും. കൃഷ്ണാവബോധത്തിന്റെ ശക്തി എത്രമാത്രമുണ്ട്. സത്വഗുണത്തിലെ എത്തിക്കും നമ്മൾ ആദ്യം, അതിനുശേഷം പിന്നെ ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് ഭക്തിത സേവനങ്ങളുടെ ശക്തി. ഇന്ന് വല്ല പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അത് കൂടുതൽ സത്വഗുണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുള്ളൂ. ശുദ്ധ സത്വത്തിലേക്ക് ഉയരണമെങ്കിൽ അതിന് കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഭക്തിത സേവനങ്ങൾ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ശ്ലോകം 18. ഇനി ഈ ഗുണങ്ങളുടെ സത്വ രജോ തമോ ഗുണങ്ങളുടെ അവരുടെ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഗുണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ശരീരം വിട്ടുകഴിഞ്ഞാൽ എവിടെയായിരിക്കും അവരുണ്ടാവുക എന്നുള്ളത്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസഃ ജഗന്നസ്യ ഗുണവൃത്തിസ്ഥ അതോ ഗച്ഛന്തി താമസ. 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വായിച്ചോളൂ. ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണത്. ശ്രീകൃഷ്ണ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ത്വാ മധ്യേ തിഷ്ടന്തി രാജസാ ജഗന്യ ഗുണവൃത്തിസ്ത്വാ അധോ ഗച്ഛന്തി താമസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ടന്തി രാജസാഃ ജഘന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസാഃ ജഘന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഊർധ്വം ഗച്ഛന്തി
സത്വസ്ഥാ മധ്യേ തിഷ്ടന്തി രാജസാः ജഗന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാः. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ടന്തി രാജസാः ജഘന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാः. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിനടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിബദിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ത്രിഗുണപ്രേരിതങ്ങളായ കർമ്മങ്ങളുടെ ബലമെന്തെന്ന് ഈ ശ്ലോകം കൂടുതൽ സ്പഷ്ടമായി വിവരിക്കുന്നു. സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെട്ട ഒരു ഉപരിഗ്രഹ വ്യൂഹമുണ്ട്. സമത്കൃഷ്ടരായ ജീവാത്മാക്കളാണ് ഇവിടെ വസിക്കുന്നത്. സാത്വിക ഗുണത്തിന്റെ വളർച്ചയുടെ തോതനുസരിച്ച് ജീവസത്തയ്ക്ക് ഈ വ്യൂഹത്തിലെ പല ഗ്രഹങ്ങളിലേക്കും ഉയരാം. ഇവയിൽ സത്യലോകം എന്ന ബ്രഹ്മലോകമാണ് സർവോത്കൃഷ്ടം. ഈ വിശ്വത്തിലെ പ്രഥമ വ്യക്തിയായ ബ്രഹ്മാവ് ഇതിൽ വാഴുന്നു. ബ്രഹ്മലോകത്തിലെ ആശ്ചര്യകരമായ ജീവിതാവസ്ഥ ഗുണാതീതമെന്ന് മുമ്പ് ഉണ്ടല്ലോ. എന്നാൽ അത്യുന്നത ജീവിതാവസ്ഥയായ സത്വഗുണത്തിന് നമ്മളെ ഇവിടെ എത്തിക്കാൻ കഴിയും. രജോഗുണം സമ്മിശ്രമാണ്. സത്വതമസുകൾക്കിടയിൽ നിൽക്കുന്നു. അത് ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിശുദ്ധനല്ല. രജോഗുണം സമ്മിശ്രമാണ്. സത്വതമസുകൾക്കിടയിൽ നിൽക്കുന്നു. അത് ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിശുദ്ധനല്ല. ശുദ്ധ രാജസ സ്വഭാവിയായ ഒരാൾ ഭൂമിയിൽ തന്നെ രാജാവായോ ധനികനായോ ജീവിക്കുകയേ ഉള്ളൂ. സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് താഴത്തേക്ക് വീഴാനിടയുമുണ്ട്. രാജസ താമസ സ്വഭാവികളായ ഭൂലോകവാസികൾക്ക് യന്ത്രം ഉപയോഗിച്ച് ബലാത്കാരേണ ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ കയറിക്കൂടാനാവില്ല. രാജസ പ്രകൃതിയുള്ളവർക്ക് അടുത്ത ജന്മത്തെ ബുദ്ധിഭ്രമം ബാധിച്ചു എന്ന് വരാം. അധമമായ തമോ ഗുണത്തെ ഇവിടെ നീചമെന്ന് പറയുന്നു. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണബാധ ആപൽക്കരമാണ്. ത്രിഗുണങ്ങളിൽ വെച്ച് ഏറ്റവും അധമമാണ് തമോ ഗുണം. മനുഷ്യന് താഴെ 80 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. പക്ഷികളായും മൃഗങ്ങളായും ഇഴജന്തുക്കളായും വൃക്ഷങ്ങളായും മറ്റും. തമോ ഗുണം വളരുന്നതിന്റെ തോതനുസരിച്ച് മനുഷ്യരെ ഈ നീചാവസ്ഥകളിലേക്ക് കൊണ്ടുവരുന്നു. താമസ എന്ന വാക്ക് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കലും ഉയരാനാവാതെ തമസിൽ തന്നെ അനേകം ജന്മങ്ങൾ കഴിച്ചുകൂട്ടുന്നവരെയാണ് താമസ എന്ന പദം സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്. രജസ്തമ സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരുവാൻ ഒരവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാവബോധം. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമ ശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ ഗത്യന്തരമില്ല. ഹരേ കൃഷ്ണ പ്രജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ പറയുന്നു എന്താണ് അവസ്ഥ? ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസ. അപ്പോൾ സത്വഗുണം കൂടുതലാണെങ്കിൽ സത്വഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. സ്വർഗലോകവും അങ്ങനെയുള്ള മുകളിലുള്ള അതായത് നമ്മുടെ ഭൂമി, നമ്മുടെ ഇരിക്കുന്ന ഈ ഭൂമണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഭൂർലോകം, അതിന് മുകളിലേക്ക് നമുക്ക് അങ്ങനെയുള്ള പ്ലാനറ്റ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. സത്വഗുണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്വഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. രജോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? ഇവിടെ രജോ ഗുണത്തിന്റെ മെയിൻ സ്ഥലം ഈ ഭൂമണ്ഡലമാണ്, അല്ലെങ്കിൽ ഭൂർലോകമാണ്, നമ്മളിരിക്കുന്ന സ്ഥലം. ഇനി തമോ ഗുണം കൂടുതൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താഴോട്ട് പോകുന്നു. ഗച്ഛന്തി അധോ ഗച്ഛന്തി താമസ. താഴോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോവാന്നുള്ളത് മാത്രമല്ല, ആക്ച്വലി അതായത് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതായത് മനുഷ്യ ശരീരം വിട്ട് മൃഗശരീരങ്ങളിലേക്കും അങ്ങനെയുള്ള ശരീരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. താമസം എന്ന് ഉദ്ദേശിക്കുന്നത് മൃഗശരീരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, മനുഷ്യജന്മം വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവർക്ക് പിന്നെ അവരുടെ കണ്ടീഷൻ എന്താണ്? പിന്നെ അവർക്കൊരു ജ്ഞാനം കിട്ടി തിരിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം പിടിക്കും? എത്ര ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് മനുഷ്യജന്മം കിട്ടാൻ പോകുന്നത്? അതാണ് പറയുന്നത്, അധോഗതിയാണ് അങ്ങനെയുള്ളവർക്ക്. താമസം കൂടിക്കഴിഞ്ഞാൽ, തമോ ഗുണം കൂടിക്കഴിഞ്ഞാൽ അത് അധോഗതി, അധാഗച്ഛന്തി എന്നാണ് പറയുന്നത്. ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഉപരിലോകങ്ങൾ എന്ന് പറയുമ്പോൾ
സ്വർഗലോകം വരുന്നു, അതിനു മുകളിൽ വേറെയും ഒരുപാട് തപലോകം, ജനലോകം എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പിന്നെ ബ്രഹ്മലോകം വരെ ആ ഒരു ശ്രേണിയിൽ വരുന്നു. മുകളിലോട്ട് താഴോട്ട് ഇങ്ങോട്ട് നടുക്കിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് മുകളിലോട്ട് ഉള്ള ലോകങ്ങളിലുള്ള ആളുകളുടെ ഗുണം, ഏത് ഗുണമാണ് കൂടുതൽ പ്രോമിനന്റ് ഉള്ളത്? സത്വഗുണമാണ്. രജോ ഗുണക്കാര് കൂടുതൽ ഇരിക്കുന്നത് ഇവിടെയാണ്, എർത്തിലി പ്ലാനറ്റ്സിൽ അല്ലെങ്കിൽ ഭൂർലോകത്തിലാണ്. എന്നാൽ ഇവിടെ ഭൂർലോകത്തിലുള്ളവരുടെ ആ ഒരു ഗുണം പൂർണ്ണമായിട്ടും രജോ ഗുണവും ആയിക്കൊള്ളുന്നില്ല. ആ തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും ഒരു മിക്സ് ആണ് കൂടുതൽ കാണുന്നത്. എന്നാൽ കൂടുതൽ രജോ ഗുണത്തിന്റെ ഒരു പ്രോമിനൻസും കാണാം, എന്നാൽ തമോ ഗുണവും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ പ്രഭാത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രജോ ഗുണത്തിൽ വെച്ച് ഒരു ഹയസ്റ്റ് ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് ആവുക അല്ലെങ്കിൽ ധനികനായിട്ടുള്ള ഒരാളാവുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഈ ഒരു ഭൂലോകത്തെ ഏറ്റവും വലിയ പൊസിഷൻ. എന്നാൽ ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തമോ ഗുണത്തിന്റെയും കൂടെ ഒരു മിക്സ് ഉള്ളത് കൊണ്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ താഴോട്ട് പോകാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഭൂമണ്ഡലത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും, ഭൂർലോകത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ തമോ ഗുണം നമ്മൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യജന്മം വരെ നഷ്ടപ്പെടും. അതാണ് പറയുന്നത്. തമോ ഗുണത്തിന്റെ കാര്യം പിന്നെ പ്രഭാത് പറയുന്നത് വളരെയധികം അത് റിസ്കിയാണ് തമോ ഗുണത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. താമസം, അതായത് മൃഗശരീരത്തിലേക്ക്, മൃഗം എന്ന് പറഞ്ഞാൽ 84 ലക്ഷം സ്പീഷീസിൽ 4 ലക്ഷമേ വരുന്നുള്ളൂ മനുഷ്യരുടെ നമ്മൾ പറയുന്നത്. ബാക്കിയെല്ലാം 80 ലക്ഷത്തോളം വരുന്നത് ബാക്കിയെല്ലാമാണ്. അപ്പൊ ആ ഒരു ബോഡിയിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞ് ആണ് പിന്നീട് നമുക്ക് മനുഷ്യജന്മം കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ പ്രഭുപാദി പറയുന്നു, അപ്പോൾ രജോ ഗുണം തമോ ഗുണം നമുക്ക് വേണ്ട, സത്വഗുണത്തിലേക്ക് ആദ്യം ഉയരുക, അത് എന്നിട്ട് പിന്നീട് ശുദ്ധ സത്വഗുണത്തിലേക്ക്. അപ്പോൾ സത്വഗുണത്തിലേക്ക് ഉയരണമെങ്കിലും നമുക്ക് കൃഷ്ണാവൂലത്തിന്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ അതിലേക്കും ഉയരാൻ സാധിക്കില്ല. അതാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള രജോ ഗുണം തമോ ഗുണം കൂടുതലുള്ള ആളുകളാണ് നമ്മൾ. നമുക്കുള്ള മാർഗം കൃഷ്ണാവബോധമാണ്. ഈ ഒരു പ്രസ്ഥാനത്തിൽ പറയുന്നത് പ്രഭുപാദി പറഞ്ഞു തന്നിട്ടുള്ള പോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ടീച്ചിങ്സ് എന്താണോ അത് ഫോളോ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഗ്രാജുവലി സത്വഗുണത്തിലേക്ക് ഉയരുന്നു, പിന്നീട് ശുദ്ധസത്വത്തിലേക്ക് വരാൻ സാധിക്കുന്നു. ശ്ലോകം 19. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വ്യക്തി മദ്ഭാവം സോ അധിഗച്ഛതി. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. ത്രിഗുണപ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയുകയേ വേണ്ടൂ. കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അങ്ങനെയുള്ള അദ്ദേഹം അർജുനന് ഈ ജ്ഞാനം നൽകി. അതുപോലെ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവരിൽ നിന്നു വേണം ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഈ ശാസ്ത്രം പഠിക്കാൻ. അല്ലെങ്കിൽ ജീവിതം വഴിപിഴച്ചേക്കും. വിശ്വസനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. താൻ എങ്ങനെ ബന്ധനത്തിൽപ്പെട്ടുവെന്നും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകർഷനായിട്ടുണ്ട് എന്നും ഗ്രഹിക്കാം. ഇവയുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ടതുകൊണ്ട് നിസ്സഹായനാണ് അയാൾ. എങ്കിലും സത്യസ്ഥിതി മനസ്സിലായാൽ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം.
ആത്മീയ ജീവിതം നയിക്കാം. വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ കർത്താവെ വാസ്തവത്തിൽ ജീവസത്തയല്ല, ഒരു പ്രത്യേക ശരീരത്തിൽ കുടികൊള്ളുന്നതിനാൽ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിന് വഴങ്ങി അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതനാവുകയാണ്. ആധ്യാത്മിക പ്രാമാണികന്റെ സഹായമില്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോലുമാവില്ല. വിശ്വസ്തനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിലയുറപ്പിക്കുവാനും കഴിയൂ. കൃഷ്ണാവബോധവാനായ ഒരാൾ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാസ്മര ശക്തിക്ക് അതീതനല്ല. കൃഷ്ണനെ സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാണെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതോർക്കുക. കാര്യങ്ങൾ അതേപടി കാണാൻ കഴിയുന്നവരിൽ ഭൗതിക പ്രകൃതിക്കുള്ള സ്വാധീനത കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നു, നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യത്തെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഈ ഗുണങ്ങളാണ്, ഈ ത്രിഗുണങ്ങളാണ് കാര്യങ്ങൾ ഓരോ പ്രവൃത്തികൾ നടക്കുന്നത് ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടക്കുന്നത്. അദ്ദേഹമാണ് കർത്താരം, അത് കർത്താവ് അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. ഭഗവാൻ പറയുന്നു, എന്നാൽ ഭഗവാനോ ഞാനോ, അതായത് ഭഗവാനോ അതേപോലെ തന്നെ ഇവൻ ജീവതത്വം, ജീവാത്മാവും, ഇത് രണ്ടും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗുണങ്ങൾക്ക് അതീതമാണ്. ആക്ച്വലി ഗുണങ്ങൾക്ക് അതീതമാണ് ഭഗവാൻ, അതിന് സംശയമൊന്നുമില്ല. ഇത് മനസ്സിലാക്കുന്ന വ്യക്തി, ഭഗവാൻ പറയുന്നു, ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോ അധിഗച്ഛതി. അങ്ങനെ മനസ്സിലാക്കുന്നവര് അവര് തീർച്ചയായിട്ടും മദ്ഭാവം, അവർക്ക് എന്റെ ഭാവം, അതായത് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ മറികടന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്ത് മനസ്സിലാക്കുന്നവര്? ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം, ഭൗതിക ലോകത്ത് നടക്കുന്നതെല്ലാം ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഗുണേഭ്യ കർത്താരം. അത് ശരിക്കും മനസ്സിലാക്കുന്നവരും അതേപോലെ ഭഗവാനാണെങ്കിൽ ഗുണാതീതനാണ് എന്ന് മനസ്സിലാക്കുന്നവരും അതും കൂടെ ഉണ്ട്. ഗുണങ്ങളാണ് ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നതും ഈ ത്രിഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് മദ്ഭാവം സോ അധിഗച്ഛതി ഭഗവാൻ പറയും. പ്രഭുപാദ് വീണ്ടും പറയുന്ന കാര്യം ഭാവാർത്ഥത്തിൽ അത് തന്നെയാണ്. കൃഷ്ണാവബോധം ആണ് ഇതിനുള്ള മാർഗം, വേറെ മാർഗമൊന്നുമില്ല. ആളുകൾ വഴിപഴച്ച് വേറെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണാവബോധമാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. എന്നാൽ ഈ കൃഷ്ണാവബോധം നമ്മൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്? ഒരു ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ശരിക്കും കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നു, നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു, ജ്ഞാനം കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു അവസരവും നമ്മുടെ ആധ്യാത്മിക ഗുരു തരുന്നു. ആധ്യാത്മിക ഗുരു അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നതും നമ്മളെ ഈ ഒരു ജ്ഞാനം നമ്മളെ പഠിപ്പിക്കുന്നതും ഈ പ്രോസസ്സ് പഠിപ്പിച്ചു തരുന്നു. ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നു, ഇൻക്ലൂഡിങ് നമ്മളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ സ്പിരിച്വൽ മാസ്റ്ററിനുണ്ട്. അതുവരെ സ്പിരിച്വൽ മാസ്റ്റർ നമ്മുടെ കൂടെ തന്നെയുണ്ട്, കൈപിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയുണ്ട്. കാരണം ആധ്യാത്മിക ഗുരു ശിഷ്യ പരമ്പരയിൽ, ഗുരു പരമ്പരയിൽ വരുന്ന വളരെ വരിഷ്ഠനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു ആണെങ്കിൽ ഒരു സംശയവും വേണ്ട കാര്യത്തില് നമ്മുടെ ഗതി നല്ലതായിരിക്കും. ആധ്യാത്മിക ഗുരുവിന്റെ ഒരു ശക്തിയാണ് ആധ്യാത്മിക ഗുരു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗുരുവും പരം ഗുരുവായിട്ടുള്ള പ്രഭുപാദാണ് എല്ലാം. അവരുടെ കൂടെ ശരിക്കും അവർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സംശയമൊന്നും വേണ്ട, നമുക്ക് തീർച്ചയായിട്ടും അവിടേക്ക് അവരെ കൊണ്ടുപോയിരിക്കും. അതാണ് അവരുടെ കാരുണ്യം. പ്രഭുപാദ്ജി ഒരിക്കൽ പ്രഭുപാദ ലീലാമൃതത്തിലുണ്ട്, ജുഹു ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, ജുഹു ടെമ്പിൾ, ഇപ്പോഴത്തെ ജുഹു ടെമ്പിൾ, ബോംബെയിലെ ജുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സ്റ്റാർസ് ഒക്കെ താമസിക്കുന്ന വളരെ പോഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജുഹു. ഇസ്കോൺ ജുഹു ടെമ്പിൾ ഉണ്ട്.
വലിയൊരു ടെമ്പിളാണ് ആക്ച്വലി. ഇപ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതിഗംഭീര അമ്പലമാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ വരുന്ന ഒരു അമ്പലം കൂടിയാണ്. പിന്നെ ഈ ഒരു അമ്പലം ഇരിക്കുന്ന സ്പോട്ടാണ് വളരെ പ്രൈം സ്പോട്ടിലുമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബീച്ചിന്റെ അടുത്തൊക്കെയാണ്. സോ വളരെ പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിന് പുറകിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ആക്ച്വലി. ഈ ഒരു അമ്പലം ഇങ്ങനെ ആയത് എളുപ്പത്തിൽ നടന്നിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതിൽ കൂടുതലും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തി നിർഭാഗ്യവശാൽ ഒരു മലയാളിയും കൂടിയായിരുന്നു. പ്രഭുപാദിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഒരു നായർ എന്ന് പറയുന്ന മിസ്റ്റർ നായർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രഭുപാദിനും നമ്മുടെ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിനും എഗൻസ്റ്റ് ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. പോലീസിൽ കേസ് വന്നതും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രോസസ്സ് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇതേപോലെ പോലീസ് വന്നിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ ഇറക്കി വിടുന്നു. അതായത് അന്ന് ഈ ഒരു ടെമ്പിൾ ലാൻഡ് ജസ്റ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കൺസ്ട്രക്ഷൻ ബാക്കിയൊന്നും ആയിട്ടില്ല. ആക്ച്വലി തുടക്കമാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ വന്ന് പോലീസും കൂടെ വന്ന് അവിടെ കയ്യേറുന്നുണ്ട്. അവിടെയുള്ള അന്തേവാസികളെ, ആശ്രമത്തിലുള്ള അന്തേവാസികളെ ബുദ്ധിമുട്ടിക്കുന്നു. ബ്രഹ്മചാരിമാരും കുറെ പേരുണ്ട് അവിടെ. പ്രഭുപാദ് ഉള്ള സമയത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട് ഇതുപോലെ പ്രശ്നങ്ങളായിട്ട്. ആളുകളെ വലിച്ച് കൊണ്ടുപോകുന്നു. ഈവൻ സ്ത്രീകളെ പോലും മുടി പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള പ്രശ്നം നടക്കുവാണ്, പ്രോബ്ലംസ് നടക്കുവാണ്. അപ്പോൾ ആ സമയത്ത് നിർഭാഗ്യവശാൽ, അതായത് ഈ സ്ത്രീകളെ, നമ്മുടെ ആശ്രമത്തിലുള്ള സ്ത്രീകളെ പോലും മുടി പിടിച്ചെല്ലാം വലിച്ച് പുറത്തേക്ക് പോലീസ് കൊണ്ടുപോകുന്നു. ആൾക്കാരെ അടിക്കുന്നു, മറ്റേ വടി ഉപയോഗിച്ച്, ലാത്തി ഉപയോഗിച്ച് അടിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ആ സമയത്ത് ഒരു ജെന്റിൽമാൻ അവിടെ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ നടക്കുന്ന അദ്ദേഹം കണ്ടു. അദ്ദേഹമാണെങ്കിൽ വലിയൊരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന്റെ പേര് സേത്തി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നി. അദ്ദേഹത്തിന് പ്രഭുപാദിനോട് ഒരു ബഹുമാനവും ആദരവും എപ്പോഴും ഉണ്ടായിരുന്നു. പ്രഭുപാദിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഒരു ഭക്തിമാർഗം ഫുള്ളി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു ഡിവോട്ടി എന്നുള്ള രീതിയിലല്ല, പക്ഷെ പ്രഭുപാദിനോട് ഒരുപാട് റെസ്പെക്ട് ആണ്. സന്യാസി ആയതുകൊണ്ടും നല്ല ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹമാണെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ ആണ്, വലിയൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്, ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ, ഇദ്ദേഹം നേരിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം ആ സമയത്ത് അവിടെ വന്ന് അദ്ദേഹം സഹായിച്ചു. പോലീസും മറ്റുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ. കാര്യം അദ്ദേഹം പൊളിറ്റിക്കലിയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം സഹായിച്ചു. ആക്ച്വലി അവിടുത്തെ ഡിവോട്ടീസിനെ രക്ഷിച്ചു. ആ ഒരു അധികം ആൾക്കാരെ അറ്റാക്ക് ചെയ്യാതിരിക്കാനും അറസ്റ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു. അതിനെല്ലാം ഇവരെല്ലാവരെയും ആക്ച്വലി സേവ് ചെയ്തു അദ്ദേഹം. അപ്പോൾ പ്രഭുപാദിന് അതിനുശേഷം പിന്നെ പ്രഭുപാദ് ഇദ്ദേഹത്തെ കണ്ടു. പ്രഭുപാദ് ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു, ആക്ച്വലി പ്രഭുപാദ് അവിടെ പോയി കാണുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ശിഷ്യരെ എല്ലാവരും നിങ്ങളെ സംരക്ഷിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് കൃതജ്ഞതയുണ്ട് അങ്ങയോട്. പ്രഭുപാദിന്റെ വാക്കുകളാണത്. പ്രഭുപാദ് പറയാണ്. എന്നിട്ട് പ്രഭുപാദ് ഒരു വാക്കും കൂടെ പറയുന്നു, ഒരു സെന്റൻസ് കൂടെ അദ്ദേഹത്തോട് പറയുന്നു. എന്റെ ഡിസൈപ്പിൾസിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്തു. ഇത് ആരും അങ്ങനെ അങ്ങനെ സാധാരണ ഒരാൾ ചെയ്യാൻ മുതിരുന്നൊരു കാര്യമല്ല നിങ്ങൾ ചെയ്തത്. എനിക്ക് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഒരു കൃഷ്ണാവപുരത്തില് ഈ ഒരു പ്രോസസ്സ് ചാൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ്, പ്രഭുപാദിന്റെ വാക്കുകളാണ്, ഐ വിൽ എൻഷുവർ ദാറ്റ്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്.
ഇത് മാത്രമല്ല, അവരെ രക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല, പിന്നീട് അവിടെ അവർക്ക് താമസിക്കാനുള്ള കെട്ടിടം വരെ പണിത് കൊടുത്തു അദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ ആളാണ്, പൈസയുള്ള വ്യക്തിയാണ്. അദ്ദേഹം അവർക്ക് താമസിക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആശ്രമമൊക്കെ കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, എന്റെ ഡിസൈപ്പിൾസിനെ രക്ഷിച്ചു, പ്രൊട്ടക്ട് ചെയ്തു, മാത്രമല്ല അവർക്ക് താമസിക്കാനുള്ള സ്ഥലമെല്ലാം നിങ്ങൾ പണിത് കൊടുത്തു. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സോ യു protected my disciples and you build house for them, അല്ലെങ്കിൽ build residence for them, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ. സോ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറസ്പെക്റ്റീവ് അങ്ങ് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് ഫോളോ ചെയ്യുന്നവരെ നാമം ജപിക്കുന്നുണ്ടോ, നാമം ചെയ്യുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് ഇത് ഒന്നുമില്ലെങ്കിലും ഐ വിൽ എൻഷുവർ ദാറ്റ് ഐ വിൽ ബിൽഡ് എ ഹോം ഫോർ യു ഇൻ ഗോലോക വൃന്ദാവൻ. പ്രഭുപാദന്റെ വാക്കുകളാണ്. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ്, അതായത് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ ഹാവ് എ ഹോം ഇൻ ഗോലോക വൃന്ദാവൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം പ്രഭുപാദ് സാധാരണ ഒരു വ്യക്തിയല്ല, ഭഗവാന്റെ പ്രിയപ്പെട്ട പാർഷദനാണ്, അവിടെ നിന്ന് വരുന്ന വ്യക്തിയാണ്. അപ്പൊ പ്രഭുപാദിന് അങ്ങനെ പറയാൻ പ്രഭുപാദ് അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എത്രയാണെന്ന് നോക്കൂ. കൃഷ്ണനോട് പറഞ്ഞ് ശരിയാക്കാനുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയില്ല. അതാണ് മെർസി. കാര്യം പ്രഭുപാദിന് മനസ്സിലായി ഇദ്ദേഹം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. അദ്ദേഹം എന്താണ് വലിയൊരു കാര്യമാണ് ചെയ്തത്. പ്രഭുപാദ് പറഞ്ഞു, നിങ്ങളൊന്നും വേറൊന്നും ആലോചിക്കണ്ട, ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഇവിടെ എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഇവിടെ എന്റെ ഡിസൈപ്പിൾസിന് നിങ്ങൾ താമസിക്കാനുള്ള വീട് പണിത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻഷുർ ചെയ്യുന്നു നിങ്ങൾക്ക് ഗോലോക വൃന്ദാവനത്തിലുള്ള വീട് ഞാൻ തരും എന്നുള്ളത്. എത്ര സ്ട്രോങ്, എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ആചാര്യന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കൂ. അത് പ്രഭുപാദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രഭുപാദ്. കാര്യം അത്ര ശക്തി. അതാണ് ഗുരുവും നമ്മുടെ ഗുരുവും നമ്മുടെ ശിക്ഷാഗുരു, എന്താ പറയാ, പരംഗുരുവായിട്ടുള്ള പ്രഭുപാദും നമ്മുടെ ഗുരുജനങ്ങളും ഒക്കെ അവരൊക്കെ സാധാരണ വ്യക്തികളല്ല. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത നമ്മളെ പോലുള്ള ആളുകളെ പോലും അവിടേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അതാണ് അവരുടെ ശക്തിയാണ് നമ്മുടെ ആകെയുള്ള ശക്തി. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല, പൂജ്യമാണ്, വട്ടപൂജ്യമാണ്. ഗുരുജനങ്ങളുടെ ശക്തി ഇല്ലെങ്കിൽ, അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. നമ്മൾ എത്രയൊക്കെ സാധന ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടോ, ഭാഗവതം മുഴുവൻ കാണാപാഠം ആക്കി, ചൈതന്യ ചരിതാമൃതം കാണാപാഠമാക്കി കാര്യമൊന്നുമില്ല. ഗുരുവിന്റെ കൃപയില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രഭുപാദിന്റെയും ഗുരുവിന്റെയും കൃപ ഇല്ലെങ്കിൽ, ഭഗവാൻ ഇവര് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. രാധാകൃഷ്ണൻ അവിടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. റെക്കമെൻഡേഷൻ ഗുരുവാണ് തരുന്നത്. പിന്നെ വേറൊരു ഇൻസിഡന്റില് ഇതേപോലെ തന്നെ പ്രഭുപാദിന്റെ തന്നെ വേറൊരു ഡിവോട്ടി, ഇത് ലീലാമൃതയിലില്ല, വേറൊരു ഡിവോട്ടി, അദ്ദേഹത്തിന്റെ പേര് കാർത്തികേയൻ എന്നാണ്, പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ തന്നെയാണ്. അദ്ദേഹം പ്രഭുപാദിനെ സെർവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പ്രഭുപാദിന് വേണ്ടി കുക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പ്രസാദം ഉണ്ടാക്കുന്ന സമയത്ത് പ്രഭുപാദ് കൂടുതൽ തണുപ്പുള്ള സമയത്ത് പറയാറുണ്ട്, നല്ല തണുപ്പുള്ള സമയത്ത് പറയും, ഹൽവ, ചൂടുള്ള ഹൽവ ഉണ്ടാക്കിയിട്ട്, നമ്മുടെ ഗോതമ്പ് അല്ലെങ്കിൽ ആട്ട കൊണ്ട് ഉള്ള, അല്ലെങ്കിൽ സൂചി അല്ലെങ്കിൽ റവ കൊണ്ടുണ്ടാക്കുന്ന ഹൽവ കൊണ്ട് ഹൽവ ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കാൻ പറയാറുണ്ട്. കാര്യം ആ ചൂടുള്ള സമയത്ത് നല്ല ഘീ, നല്ല നെയ്യില് ചൂടുള്ള ഹൽവ നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ചും തണുപ്പ് കാലത്ത് നല്ലൊരു സംഭവമാണ്. കാര്യം നെയ്യും കഴിക്കുമ്പോൾ ശരീരത്തിന്റെ ചൂടും പ്രഭുപാദ് പറയും, ഇത് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് പ്രസാദമായിട്ട് നമുക്ക് കഴിക്കണം എന്നുള്ളത് പ്രഭുപാദിന്റെ ഒരു മെനുവിലുള്ള ഒരു സംഭവമാണ് തണുപ്പ് കാലത്തെ. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു കുക്കാണ്, ഈ കാർത്തികേയൻ പ്രഭു. അദ്ദേഹം അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടി ഈ തണുപ്പ് കാലത്ത് ഒരു ദിവസം ഇതേപോലെ നിൽക്കുന്ന ഒരു ദിവസമാണ്.
അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് കുറച്ച് മാസങ്ങൾ മുമ്പ് അവിടെ വേറൊരു മാതാജി ഇതുപോലെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുക്കുണ്ട്. ആ മാതാജിയിൽ നിന്ന് ഒരു പുതിയൊരു ഡിഷ് പഠിച്ചിരുന്നു. അതായത് ഹൽവ തന്നെ, ഹൽവ ഉണ്ടാക്കുന്നു, റവ ഹൽവ ഉണ്ടാക്കുന്നു. പക്ഷെ അത് റവ ഉപയോഗിച്ചിട്ടല്ല. റവ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ വേറൊരു വിഭാഗമാണല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ, റവയാണെങ്കിലും ആട്ടയാണെങ്കിലും. സോ ഇത് മുളപ്പിച്ചിട്ടുള്ള ഗോതമ്പ് കൊണ്ട് ഒരു ഹൽവ. അതേ എന്താ പറയാ, ഉണ്ടാക്കുന്ന രീതി സെയിമാ, പക്ഷെ സാധനം വ്യത്യാസമുണ്ട്. മുളപ്പിച്ചിട്ടുള്ള ഗോതമ്പിന്റെ ഹൽവയാണ്. അങ്ങനെ ഒരു സംഭവം അധികം ആളുകൾ പ്രഭുപാദ് കഴിച്ചിട്ടില്ല അതിനു മുമ്പ്. അപ്പൊ ഈ മുളപ്പിച്ച ഗോതമ്പ് കൊണ്ട് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാറുണ്ട്, കൂട്ടത്തിൽ ഹൽവയും ഉണ്ടാക്കും. അപ്പോൾ ആ മാതാജി ഈ കാർത്തികേയൻ പ്രഭുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ്. തണുപ്പ് കാലമായപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു പ്രഭുപാദിന് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ഇദ്ദേഹം വിചാരിച്ചു മനസ്സിലിങ്ങനെ, അദ്ദേഹം കുക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചിന്തിക്കുന്നത് ഇതാണ്, അതായത് ഇത് ശരിക്കും പ്രഭുപാദിന് ഇഷ്ടപ്പെടും, ഇതൊരു സർപ്രൈസ് ആയിരിക്കും പ്രഭുപാദിന്, ഒരുപാട് സന്തോഷവും ഈ മുളപ്പിച്ച ഗോതമ്പിന്റെ ഹൽവ കഴിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹം ആ ഒരു പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി എന്റെ ഗുരുവിനെ സേവിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ഉത്സാഹത്തോടുകൂടി ഹൽവ ഉണ്ടാക്കി, നല്ല ചൂട് ഹൽവ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ ഓഫർ ചെയ്തതിനു ശേഷം പ്രസാദം പ്രഭുപാദിന് കൊടുക്കാൻ പോകുന്നു. പ്രഭുപാദിന് കൊണ്ട് കൊടുക്കുന്നു. ഒരു നല്ല പാത്രത്തിലൊക്കെ ആക്കി പ്രഭുപാദിന് ഹൽവ കൊണ്ട് കൊടുക്കും. കണ്ടപ്പോൾ പ്രഭുപാദ് ചോദിക്കും, വാട്ട് ഈസ് ദിസ്? ഇതെന്താന്ന് ചോദിക്കും, വളരെ സീരിയസ് ആയിട്ട്. ഇതെന്താ സാധനം ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഇത് ഹൽവയാണെന്ന് പറയും. ഇതാണോ ഹൽവ? ടേക്ക് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ്. എടുത്തുകൊണ്ടുപോകാൻ പറഞ്ഞു. സീരിയസ് ആയിട്ട് കാണണ്ട, ഇങ്ങനെയാണോ ഹൽവ ഉണ്ടാക്കുന്നത് ചോദിച്ചു. ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കാർത്തികേയൻ പ്രഭുവിന് വിഷമമായി. അദ്ദേഹം ഇത് എടുത്ത് അവിടെ നിന്ന് മാറി പോയി. പക്ഷെ അദ്ദേഹത്തിന് അടുക്കളയിൽ പോയി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വിഷമം മാറുന്നില്ല. കാര്യം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതും പ്രഭുപാദിന് കൊണ്ടു കൊടുക്കുന്നതും. പ്രഭുപാദിന് ഇത് ഇഷ്ടമാവും എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു അതുവരെ. ഒരു സർപ്രൈസ് ആയിരിക്കും. കാര്യം ഇതിന് നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി. അതായത് ഹൽവ സാധാരണ ഹൽവ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷെ പ്രഭുപാദ് കണ്ട മാത്രമേ കഴിക്കുന്നേക്കാൾ മുമ്പ് വേണ്ടാന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് വിഷമമായി, കുറച്ചല്ല നല്ല വിഷമമായി. അദ്ദേഹം അവിടെ വിഷമിച്ച് കരഞ്ഞു, കുറച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു. ആ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഓടി നേരെ പോയി അമ്പലത്തിലേക്ക്, ടെമ്പിൾ റൂമിൽ പോയിട്ട് അവിടെ ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ ഒരു ആരാധിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ആരാണ്? പ്രഭുപാദിന്റെ ഗുരു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇദ്ദേഹം അവിടെ താഴെ പോയിരുന്ന് ശീലഭക്തി സരസ്വതി ഠാക്കൂറിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പരം ഗുരുവാണല്ലോ. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയതാണ്, പ്രഭുപാദിന് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചു, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. കണ്ടപ്പോൾ കഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ വേണ്ടാന്ന് പറഞ്ഞു, എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു, എന്നെ ചീത്ത പറഞ്ഞു. ആക്ച്വലി ഞാൻ പ്രഭുപാദിന് അത് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിഷമം സരസ്വതി ഠാക്കൂറിന് ഷെയർ ചെയ്തു. അദ്ദേഹം കുറച്ചു നേരം അവിടെ ഇരുന്നു, 2 റൗണ്ട് നാമം ജപിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ പ്രഭുപാദ് കാർത്തികേയനെ വിളിച്ചു. കാർത്തികേയൻ വരാൻ പറഞ്ഞപ്പോ പ്രഭുപാദ് പറഞ്ഞു, ഹൽവ എവിടെയെന്ന് ചോദിച്ചു. നേരത്തെ കൊണ്ടുവന്ന ഹൽവ കൊണ്ടുവരാൻ പറഞ്ഞു. നേരെ ഇദ്ദേഹത്തിന് ഹാപ്പി, സന്തോഷമായി. അത് തിരിച്ചു വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഓടിപ്പോയി അടുക്കളയിൽ പോയി വീണ്ടും ഹൽവ കൊണ്ട് കൊടുത്തു. അത് പ്രഭുപാദ് അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് പ്രഭുപാദ് അത് കഴിക്കും. കഴിച്ചതിന് ശേഷം പറയും, വളരെ നന്നായിട്ടുണ്ട്, നല്ല ഹൽവയാണ്, നന്നായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരത്തെ ദേഷ്യപ്പെട്ടതിൽ വിഷമമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൽവ കഴിച്ച് അദ്ദേഹത്തെ നന്നായി എന്ന് പറയുകയും ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഈ കാർത്തികേയൻ പ്രഭു അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ പറയുവാണ്. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ ആണ്. അദ്ദേഹം പറയുന്നു, ഈ ഗുരു പരമ്പരയുടെ ഒരു ശക്തി, അതായത് അദ്ദേഹം നേരെ പോകുന്നത് ശിലഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ അടുത്താണ്.
അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് റിയലൈസേഷൻ വരുന്നുണ്ട് ആക്ച്വലി. ബിക്കോസ് ആ കണക്ഷൻ തോന്നുന്നുണ്ട്. അതായത് ഈ ഗുരു പരമ്പരയായിട്ട് ഒരു വ്യക്തി സ്വന്തം ഗുരുവിന്റെ ഗുരുവും അങ്ങനെ ഒരു പരമ്പരയാണ് നമുക്കുള്ളത് അല്ലെ. അപ്പോൾ ആ ഗുരു പരമ്പരയിലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് വന്നു. അത് റിയലൈസേഷൻ ആയിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ എന്തായിരുന്നു വെച്ചാല് അച്ഛനേക്കാൾ കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ളതും കൂടുതൽ കാരുണ്യവാനുമായിട്ടുള്ളത് മുത്തശ്ശനാണ് എന്നുള്ളത്. മുത്തശ്ശന്റെ അടുത്ത് പോയി കഴിഞ്ഞാല് കാര്യം കുറച്ചും കൂടെ എളുപ്പമാണ് എന്നുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അറിയാം, അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കാനും ടോഫി കൊടുക്കാനും ഒക്കെ കുറച്ച് മടിക്കും. കാര്യം കഴിച്ച് പുഴു പോലെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുക്കില്ല. എന്നാൽ മുത്തശ്ശനൊക്കെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ ഒന്നും ആരും കാണാണ്ട് എടുത്തു കൊടുക്കും. അങ്ങനെയാണ്. സോ അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കും ഉണ്ടായിട്ടുണ്ടാവും ബേസിക്കലി ഈ ലോകത്ത്. അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ അതാണ്. പ്രഭുപാദിനേക്കാളും, അതായത് ശിലഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞു, നിന്റെ ശിഷ്യൻ എന്റെ അടുത്ത് വന്നു, വിഷമായിട്ടിരിക്കുകയാണ്, ഇനി വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ആ ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് കിട്ടി. ഉടനെ തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു സമാധാനിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു റിയലൈസേഷൻ കൂടെ ഉണ്ട്. പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഗുരു ശിഷ്യ പരമ്പര. ആ ഗുരു പരമ്പരയിൽ നിന്നാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഗുരു പരമ്പരയാണ് നമ്മുടെ എല്ലാ ശക്തിയും. അതില്ലെങ്കിൽ നമ്മൾ ആരും ഒന്നുമല്ല, നമുക്കൊന്നും നേടാനും സാധിക്കില്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ശീലപ്രഭുപാദും നമ്മുടെ ഗുരുവാണ്. എല്ലാം അവരെ ആശ്രയിക്കുക, എല്ലാത്തിനും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീമദ് ഭാഗവത് ഗീത കി ജായ്. ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജായ്. തായ് ഗൗർ പ്രേമാനന്ദ്. ഹരേ കൃഷ്ണ.